ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കൊറിയർ അയക്കുമ്പോൾ സംഭവിക്കുക. ഞാനെന്നല്ല, നിങ്ങളായാലും ഇനി മറ്റാരെങ്കിലും ആയാലും ഒരുപാട് പേർക്ക് ഈ അനുഭവം ഉണ്ടാവും. അതായത് കൊറിയർ ആയിട്ട് വന്ന ഒരു സാധനം, ഒരു ഡിവൈസ്, അത് അത്യാവശ്യം അതിൻ്റെ എന്തെങ്കിലും ഒരു തരം പരിക്ക് ചില പ്രോഡക്റ്റ്സിനുണ്ടാവും. ചില സാധനം നിങ്ങൾക്ക് കൊറിയറായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ പിടിച്ച് ഒന്ന് ആ ഡിവൈസ് ഒന്ന് ഇളക്കി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇളകുന്ന വെച്ചേക്കാം, ചിലത് പൊട്ടിയിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും പല തരത്തിലാണ് നമ്മൾ ഈ കൊറിയറായിട്ട് സെൻഡ് ചെയ്യുമ്പോൾ ആ സാധനം ഡീൽ ചെയ്യുന്നത്. കൊറിയർ എന്ന് മാത്രമല്ല, ഒരുപാട് പാർസൽ സർവീസുകൾ സംഭവിക്കുന്നത് ഈ രൂപത്തിൽ തന്നെയാണ്. അതൊരു വിധം പരിക്കോട് കൂടിയാണ് കൈ കിട്ടുന്നത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാക്ക്ഡ് പ്രോഡക്റ്റ്, ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാത്ത, ഇത് ഫുള്ള് സ്പെയറാണ്, പീസാണ്. അപ്പോൾ ഇത് കൊറിയറായിട്ട് അയച്ചാൽ ഇത് ഇപ്പോൾ എങ്ങനെ എറിഞ്ഞാലും ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. ഇതൊരു ഇതൊരു മിഡ് റേഞ്ച് ഓഫറാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കൊറിയറായിട്ട് അയക്കുക. അപ്പോൾ ഇതിന് എറിഞ്ഞാലും വീണാലും ഇതിനൊന്നും സംഭവിക്കില്ല. പക്ഷേ അതേസമയം ഈ ഒരു ഡിവൈസ് ഇത് നമ്മൾ അസംബിൾ ചെയ്തുണ്ടാകുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ക്രൂ ചെയ്ത് പ്ലഗ് ഇൻ ചെയ്ത് സോൾഡർ ചെയ്തൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സംഭവം അവിടെ എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ കംപ്ലീറ്റ് നട്ട് ഉരി കിടക്കുന്നു. ഒരാൾക്ക് ഞാനിത് ചെയ്തയച്ചിട്ട് അയാൾ എന്നെ അറിയിക്കുകയാണ്, ഇതിൻ്റെ എല്ലാ സാധനവും ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ ഊരി കിടക്കുമായിരുന്നു, അവർ തന്നെ അയച്ച് ഫിക്സ് ചെയ്താണ്. എന്താ കാര്യം? നമ്മളിവിടുന്ന് നേരിട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റും, ഞാൻ 20 വർഷത്തോളമായി ഈ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നേരിട്ട് കൊടുത്ത ഒരു സാധനവും എന്തായാലും കൊണ്ടുപോയ 2-ാം ദിവസം കേടുവരില്ല. കൊണ്ടുപോയ 2-ാം ദിവസം ആളുകൾ വിളിച്ചിട്ട് ഇതിങ്ങനെയാണ് ഊരി കിടക്കുകയാണ്, ലൂസാണ് എന്നും പറയില്ല. അപ്പോൾ അതെന്താ കാരണം? അത് ആ ഒരു ഡീല് കാരണമാണ്. അങ്ങനെ ആ സാധനങ്ങളെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നേരിട്ടുള്ള ഒരു സാധനവും, ഞാൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും, അതായത് ഉണ്ടാക്കുന്ന ഒരു ഡിവൈസും ഞാൻ കൊറിയർ ചെയ്യില്ല. ഞാൻ നേരിട്ട് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ വന്നിട്ട് കൊണ്ടുപോകാൻ പറ്റിയ രൂപത്തിൽ ചെയ്യാം. ഒരു ട്രെയിൻ യാത്രക്ക് നമ്മളെ സാധനം സേഫ് ആവും. അതേസമയം ഈ രൂപത്തിൽ അയക്കുന്നതിനോട് നല്ലത് ആ ട്രെയിൻ യാത്രയാണെന്ന് എൻ്റെ അഭിപ്രായം. ഒരു ദിവസം, ഒരു ഫ്രീ ടൈം, ഒരു ഞായറാഴ്ച ദിവസം, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം രാവിലെ ഇറങ്ങിയാൽ വൈകുന്നേരം എത്താവുന്ന കാര്യങ്ങളെ, അത്രയും ദൂരങ്ങളെ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ എടുക്കാൻ പോകാനുള്ളൂ. ആ ഒരു ചിലവ് കൊറിയറിന് കൊടുക്കുന്ന ആ ചിലവ് തന്നെ ചിലപ്പോൾ നമുക്ക് 100 ചില്ലാ റുപ്യ നമുക്ക് ആ ട്രെയിനിന് ആ യാത്രക്ക് ചിലവ് വരുള്ളൂ. പക്ഷേ ആ സാധനം കേട് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കൊറിയറായിട്ട് ഇതുപോലെ ചെയ്ത ആമ്പ് 3 എണ്ണം അയച്ചു. ഒന്ന് നന്നാക്കിയിട്ട് ലൂസായി, അതായത് ഫുൾ സ്പെയറും ഇളകി പോയിട്ടാണ് അവിടെ കിട്ടിയത്. പാക്കിങ് വളരെ കറക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പാനൽ പൊട്ടിയിട്ടില്ല. അങ്ങനത്തെ പരിക്കുകൾ, അതായത് ഫിസിക്കലി പുറമെ കാണുന്ന ഇടിച്ച കുത്തിയുള്ള പരിക്കൊന്നും കാണുന്നില്ല. പക്ഷെ ഉള്ളിൽ ഫുള്ള് ജ്യൂസായി പോവാണ്. ഈ അടുത്ത് തലശ്ശേരി ഒരാൾക്ക് അയച്ചത്, ആളിപ്പോൾ ഈ വീഡിയോ കാണണമെങ്കിൽ മനസ്സിലാക്കുക. അതായത് ആ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ കാണിക്കുക, ആ കത്തിപ്പോയ ആ ബോർഡ്. അത് കാരണം അങ്ങനത്തെ എത്രയോ ബോർഡ് വെച്ചിട്ട് ഞാനിവിടെ സാധനങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പക്ഷേ നേരിട്ട് അത് വാങ്ങിക്കൊണ്ടുവന്ന ഒരു പേർക്കും ഒരൊറ്റ ആൾക്ക് പോലും അതിനെപ്പറ്റി പരാതിയില്ല. അത് രണ്ടാമത് കംപ്ലൈൻറ്റ് വരുന്നില്ല. മാക്സിമം പോയാൽ അതിനകത്ത് വരുന്ന കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ആ USB പാനൽ ചിലപ്പം പല കാരണം കൊണ്ടും ഡെഡ് ആവാം. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇടുന്ന ഏറ്റവും നല്ല തരം USB ആയതുകൊണ്ട് അതും ഇപ്പോൾ നല്ല ലൈഫുണ്ട്. അതൊക്കെ ആയിരുന്നു ഇതിന് മുമ്പ്. പിന്നെ അതുപോലെ ആ സ്പീക്കർ കണ്ടർ നമ്മളെ ആ ഒരു ക്ലിപ്പ് ടൈപ്പ് പ്രസ്സിങ് ടൈപ്പ് ആകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരും. അങ്ങനെയുള്ള വളരെ നിസാര പ്രശ്നങ്ങൾ വരിക എന്നല്ലാതെ ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ട് കാണാറില്ല. അപ്പോൾ ഈ ബോർഡ് ബേണാവാൻ കാരണം ഈ ജെർക്കിങ് കാരണം ഉണ്ടാകുന്ന ഡ്രൈ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്പാർക്കിംഗ്, ആ വോൾട്ടേജ് അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് ബേണാവുന്നത്. അല്ലാതെ ആ ബോർഡുകളൊക്കെ നമ്മൾ രണ്ടാമത് നല്ല സോൾഡർ ചെയ്തിട്ട് നല്ല ക്ലിയറായി ഫിക്സ് ചെയ്ത് അതിൻ്റെ ആ നട്ട് ബോൾട്ട് സ്ക്രൂകളൊക്കെ സീൽ ചെയ്ത് ഗമ്മിട്ട് സീൽ ചെയ്തിട്ടാണ് പാർസൽ ചെയ്യുന്ന എല്ലാ സാധനവും അയക്കുന്നത്. ഇതിനകത്തുള്ള പാർസൽ ചെയ്യാനുള്ളതല്ല, നേരിട്ട് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് അതിന് ആ പ്രശ്നം വരുന്നില്ല. ഞാൻ കോട്ടയത്തെ കൊടുത്തയച്ച ഒരു ആംപ്ലിഫയർ, അത് അവിടെ എത്തിയപ്പോഴത്തേക്കും അതും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ലൂസായി പീസായി ഡിസ്പ്ലേ ഒക്കെ വെച്ചിരുന്ന നമ്മളെ ഡിജിറ്റൽ ബോർഡിൻ്റെ പാനൽ ഊരിയിട്ട് ബോർഡുമിലേക്ക് അതായത് അങ്ങോട്ട് നീങ്ങി വീണ് കിടക്കുകയാണ്. ഈ പാനലിൻ്റെ മുകളിലില്ല. നമ്മളവിടെ ഒട്ടിച്ച് ഗ്ലൂ ചെയ്തിട്ട്, അതായത് നമ്മളെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഗ്ലൂ ചെയ്തിട്ടും സ്ക്രൂ ചെയ്തിട്ടുള്ള ഭാഗം ആ സ്ക്രൂ അടക്കം ഊരി പോകുന്നതിൻ്റെ അവിടെ എത്തണമെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഈ രീതിയിൽ മോശമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സർവീസാണ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ട്. അപ്പം ഒരു കാര്യം, നല്ലൊരു കാര്യമാണ് ഇങ്ങനെ അവിടെ നമുക്ക് ഇവിടുന്ന് കൊറിയർ ചെയ്ത് പാർസൽ ചെയ്യുമ്പോൾ അവിടെ എത്തി ആ വീട്ടിൽ എത്തിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ആ ഏരിയയിലേക്ക് അവർക്ക് നമുക്ക് നമ്മളെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ കോൾ ചെയ്യുമ്പോൾ അവിടെ പോയി അത് എടുത്താൽ മതി. ആ സമയം കിട്ടുമെന്ന് വലിയ കാര്യമാണ്. പക്ഷേ അത് ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അറിയുമ്പോൾ വളരെ പ്രയാസമുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആ ഒരു സർവീസിൽ വർക്ക് ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഈ പ്രശ്നം ഇങ്ങനെ നടക്കുന്നത് വളരെ പ്രയാസമുണ്ട്, അത് ബുദ്ധിമുട്ടാകുന്നുണ്ട്, ഒരുപാട് പേർക്ക് നഷ്ടം വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഒരുപാട് പേര് എന്നോട് കൊറിയർ ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കൊറിയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് നമ്മുടെ ഇവിടുന്ന് ചെയ്യുന്ന ഫോൾട്ടല്ല, അത് ഈ ട്രാവലിങ്ങിൽ സംഭവിക്കുന്ന ചില കാരണങ്ങൾ കൊണ്ടാണ് അത് അവിടെ നിന്ന് രണ്ടാമത് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. അതായത് അധികം ഡ്രൈ കംപ്ലൈൻ്റ് ആയിട്ട് ബേൺ ആവുകയാണ് സാധനം. കാരണം അവിടെ എത്തുമ്പോഴത്തേക്ക് ഇത് ജർക്കിങ്ങിലൂടെ വരുന്ന ക്രാക്കുകളാണ്, അല്ലാതെ നേരിട്ട് വിട്ട് മാറല്ല ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആർക്കെങ്കിലും വരുമ്പോൾ അവിടെ ബേൺ ആവും, അവിടെ കത്തും, സ്പാർക്ക് ചെയ്യും, അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഈ ത്രെഡ് സീൽ ലോക്ക് ഇട്ടിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളകിപ്പോയി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് തീരുമാനിച്ചു. കയ്യിൽ നിന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ ഈ കാര്യങ്ങളൊന്ന് അറിയിക്കുക. എല്ലാവരും പൊതുവെ എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവരും അറിയിക്കുക. ഇങ്ങനെ കൊറിയറായിട്ട് കിട്ടിയവർക്ക് അങ്ങനെ ഒരു പരിക്കായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കാരണം കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം.